കാര്യങ്ങളൊക്കെ ഒന്ന് മാറി മറിയും. അതായത് പറയാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന്, അതായത് 2026 മാർച്ച് മാസം കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലാണ് കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് തീരുമാനമാകുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന മണ്ഡലമായി, അതായത് ഏറ്റവും കൂടുതൽ ഇലക്ഷൻ ചൂട് നടക്കുന്ന മണ്ഡലമായി മാറാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഇതുവരെ മത്സരിച്ചവരെല്ലാം, എന്തിനേറെ പറയുന്നു, ഏതെങ്കിലും പ്രമുഖ പാർട്ടിയിൽ നിന്നും ബലിയാടാവാൻ വേണ്ടി കുറേ പേരെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു അദ്ദേഹത്തിനെതിരെ. ഒരു പേപ്പറിന്റെ പുറത്ത് ഒരു പേപ്പർ വെയിറ്റ് വഹിക്കുന്ന പോലെ അത്രയും ഉള്ളൂ പിണറായി വിജയന് അവരെ മേലുള്ള സ്വാധീനം. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, അതായത് BJP-യിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അവരെ ഏറ്റവും ശക്തരായ നേതാക്കളെയാണ് പിണറായി വിജയനെതിരെ രംഗത്തിറക്കാൻ പോകുന്നത്. അതായത് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി അദ്ദേഹത്തിനെതിരെ മത്സരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് MP ആയപ്പോഴേ സുരേഷ് ഗോപി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: കണ്ണൂരിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മത്സരിക്കും, പിണറായി വിജയനെതിരെ തന്നെ മത്സരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിൽ വന്ന് മത്സരിക്കുകയാണെങ്കിൽ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തന്നെ മാറും. അതായത് പിണറായി വിജയനെതിരെ ഒരു ശക്തനായിട്ടുള്ള ഒരു നേതാവിനെയായിരിക്കും BJP അവിടെ അണിനിരത്താൻ പോകുന്നത്. അങ്ങനെ ചെയ്യാൻ BJPക്ക് ധൈര്യം വരുമോ? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തക, അല്ലെങ്കിൽ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളുള്ള കണ്ണൂരിൽ ഇത്രയും ശക്തനായിട്ടുള്ള ഒരു BJP നേതാവ് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ അവർ തയ്യാറാവുമോ? തയ്യാറാകുമായിരിക്കും. പിന്നെ വരാൻ പോകുന്ന ഏറ്റവും വലിയ സാധ്യത കോൺഗ്രസിൽ നിന്നുമാണ്. കോൺഗ്രസിൽ നിന്ന് വരാൻ പോകുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് വെച്ചാൽ നമ്മുടെ KPCC മുൻ അധ്യക്ഷനുണ്ടായിരുന്നു, K. സുധാകരൻ. പുള്ളിക്കാരനെ ഇപ്പോൾ പേപ്പർ വെയിറ്റിന്റെ പുറത്തിരുന്ന അത് കണക്ക് തന്നെ വലിച്ചെറിഞ്ഞിരിക്കുന്നു അവർ. പക്ഷേ KPCC അധ്യക്ഷതയിൽ നിന്നും മാറ്റിയ കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹമായ K. സുധാകരനെ പിണറായി വിജയനെതിരെ മത്സരിക്കാൻ ഇറങ്ങിയാലും, അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് ധർമ്മടം എന്ന് പറയുന്ന ഒരു പാർട്ടി മേഖലയാണ്, അവിടെ പിണറായി വിജയൻ പറയുന്നതാണ് നീതി, പിണറായി വിജയന്റെ നിയമമാണ് നടപ്പിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ നിർത്തിയാലോ ധർമ്മടത്ത്? അത് നമ്മുടെ സ്വന്തം CM-നെതിരെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുകയാണോ പിണറായി വിജയൻ ചെയ്യുന്നത്, അതോ കാര്യങ്ങൾ കുറച്ചുകൂടി കഠിനമാവുകയാണോ CPM-ന് നടക്കുന്നത്? എന്തായാലും ഇങ്ങനൊരു അവസ്ഥ വരികയാണെങ്കിൽ കേരളത്തിൽ തന്നെ, അതായത് കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും ശക്തമായ മത്സരമായിരിക്കും ധർമ്മടത്ത് നടക്കാൻ പോകുന്നത്. അതായത് 3 ദേശീയ പാർട്ടികളുടെയും 3 ശക്തരായ നേതാക്കളാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെ വെച്ചാൽ അവിടുന്ന് മത്സരിച്ച് വരുന്ന ആളായിരിക്കും കേരളത്തിൻ്റെ വരുന്ന മുഖ്യമന്ത്രി.